ശരിക്കും പറഞ്ഞാൽ ഗുരുകുല വിദ്യാഭ്യാസം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഈ കഴിഞ്ഞ 5 ദിവസം ശരിക്കും നമുക്ക് അത് തന്നെയാണ് ഇവിടെ അനുഭവപ്പെട്ടത്. അപ്പോൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലൊക്കെ വലിയ ഭാഗ്യമുണ്ട്. അതിന് വലിയ നന്ദി പ്രകടിപ്പിക്കണം. എൻ്റെ പേര് മുഹമ്മദ് അനസ്. ഞാൻ പരൂർ പഞ്ചായത്തിലെ പഴമ്പലക്കോട് തോട്ടിൻപള്ള ഭാഗത്തു നിന്നാണ് വരുന്നത്. ഞാൻ 2014 തുടങ്ങിയൊരു സംരംഭമാണ് PVM ഫ്ലവർ റൈസ് ഓയിൽ മിൽ. അത് ഈ 10 വർഷത്തിന് ശേഷം ഇപ്പോഴും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നിലവിലത്തെ സ്റ്റാറ്റസ് വെച്ചാൽ മോശമെന്ന് പറയേണ്ടി വരും. ആ സ്ഥിതിയിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാറി ചിന്തിക്കാൻ തുടങ്ങി. അത് മാർക്കറ്റിംഗ് ചെയ്ത് വിപണിയിൽ എത്തിക്കാം എന്ന ഒരു പുതു ഐഡിയ ഇവിടെ നിന്ന് കിട്ടി. നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ ഒന്നും കൂടി ഡെവലപ്പാക്കാം എന്നുള്ള ഒറ്റ കാരണത്താൽ ഞാൻ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടത്. നമസ്കാരം, എൻ്റെ പേര് പ്രേമ. ഞാൻ കാവശ്ശേരി പഞ്ചായത്തിലെ പാടൂര് തോണിക്കട എന്നാണ് വരുന്നത്. ഞാൻ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാരേജ് ബ്യൂറോന്റെ ഒരു പരിപാടിയാണ് നമ്മൾ ഓഫീസിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഈ കോഴ്സ് എനിക്ക് അറിഞ്ഞത് എനിക്ക് ഞങ്ങളൊരു കോഴ്സിന് പോയിണ്ടായിരുന്നു. അപ്പൊ അതിൽ വന്ന കിട്ടി. അപ്പൊ ബാലേട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു സാറും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സാമ്പാർ പൊടി ഉണ്ടാക്കുന്ന ഒരു കോഴ്സ് ആണ് ഇവിടെ വരുന്നുണ്ട് എന്നിട്ട് എനിക്ക് മെസ്സേജ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് നോക്കിയപ്പോ സാമ്പാർ പൊടി ഉണ്ടാക്കാൻ എല്ലാവരും പറഞ്ഞു നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന അറിയില്ലല്ലോ. നമ്മൾ കടയിൽ നിന്ന് സാമ്പാർ പൊടി മേടിക്കും എന്നല്ലാതെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല, വീട്ടുകളിൽ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ഇവിടെ നിന്ന് പഠിക്കാൻ വേണ്ടി ആ ഒരു ഇൻട്രസ്റ്റ് ആണ്. പിന്നെ ഇത് പഠിച്ച് നമ്മൾ സംരംഭം തുടങ്ങാം, സ്ഥാപനം തുടങ്ങി നമുക്ക് അങ്ങനെ ഒരു ഐഡിയയോടെയാണ് നമ്മൾ ഈ കോഴ്സിൽ ഇവിടെ പങ്കെടുക്കാൻ വന്നത്. വന്നപ്പോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഈ കോഴ്സിൽ കൂടെ നമുക്ക് അറിയാൻ കഴിയും. ഞാൻ കാവശ്ശേരി എന്നാ വരുന്നത്. എനിക്കിപ്പോ ഈ ഗ്രാമോദയുടെ ആൾക്കാരത്തെ ഉണ്ണിയേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സംരംഭം ഇതിന്റെ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്, അപ്പൊ അതിലേക്കൊന്ന് പങ്കെടുക്കാൻ പറ്റുമോ, ഒരു 5 days ക്ലാസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, സൈഡായിട്ട് എന്തെങ്കിലും തുടങ്ങാം. ഇതിനു മുമ്പ് സത്യം പറഞ്ഞാൽ ഈ 5 ദിവസത്തെ ക്ലാസ് വളരെയധികം എനിക്ക് കോൺഫിഡന്റ് ആയി. പക്ഷെ ഇതിനു മുമ്പ് ഞാൻ എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യാമെന്ന് വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പഠിച്ച കോഴ്സുകൾ തന്നെ എന്തെങ്കിലും സൈഡായി ചെയ്യാമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താവും, ബിസിനസ് ഡള്ളാവുമോ, ബിസിനസ് സക്സസ് ആവുമോ എന്നൊക്കെ ഓർത്തിട്ടുള്ള ഒരു ഭയം എനിക്കുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ബിസിനസ് പരമായിട്ട് ടച്ച് ചെയ്യാനേ പോവാതെ സാധാരണ ജോബുകൾ ചെയ്ത് നടക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ 5 days ക്ലാസ് ഉണ്ട്, നിങ്ങൾ വരൂ, എന്തായാലും പങ്കെടുക്കൂ, നിങ്ങൾക്ക് അത് നല്ല ആക്റ്റീവ് ആകുന്ന സക്സസ് ആവും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ 5 days ക്ലാസ്സിന് വന്നത്. വന്നപ്പോഴാണ് ശരിക്കും ഇതിങ്ങനെ പ്രൊഡക്റ്റിന്റെ ആണ്, അങ്ങനെ പൗഡർ ക്ലാസ് ഇതാണ്, പൊടി പാക്ക് ചെയ്യുന്ന ക്ലാസ് ആണ്. എനിക്ക് ഇവിടെ വന്നതിന് ശേഷം എന്താണ് സംഭവം എനിക്ക് അറിയാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ ആദ്യം അറിഞ്ഞപ്പോൾ എനിക്കൊരു ആൻസൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ എനിക്കത് ഇഷ്ടപ്പെടാൻ തുടങ്ങി. സെക്കൻഡ് ക്ലാസ് ഒക്കെ തുടങ്ങിയപ്പോൾ ശരിക്കും ഞാൻ ക്ലാസ് ഇഷ്ടപ്പെട്ടു. ക്ലാസ് എടുത്ത വ്യക്തികള്, അവരുടെ എല്ലാം പറഞ്ഞു തരുന്നതില്ല അവരുടെ കഴിവ്, അത് ആദ്യം തന്നെ ഞാൻ താങ്ക്സ് പറയുന്ന സാറിനോടാണ്. പിന്നെ അത് മാത്രമല്ല, ക്ലാസ്സിൽ പങ്കെടുത്ത ഓരോ വ്യക്തികളെ അവര് ഓരോരുത്തരും ഇപ്പൊ നമുക്ക് അറിയാത്ത കാര്യം തന്നെ അവര് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമുക്കത് പറഞ്ഞു തന്നെ തരും. അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പൊ അവര് മനസ്സിലാക്കിയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ ഈ 5 days ക്ലാസ് എനിക്കൊരു എന്താന്ന് പറയാ, ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ക്ലാസ് തന്നെ ആയിരുന്നു. എൻ്റെ പേര് സിന്ധു എന്നാണ്. ഞാൻ വരുന്നത് മായന്നൂർ, തൃശ്ശൂർ ജില്ലയിൽ മായന്നൂരിനാണ് വരുന്നത്. ഞാൻ ടീച്ചിങ് ഫീൽഡിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് സാഹചര്യം കൊണ്ട് ഫീൽഡിലേക്ക് വരേണ്ടി വന്നു. അപ്പൊ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലിക്വിഡ് സോപ്പിന്റെ ഒരു പരിപാടിയാണ്. അപ്പൊ എൻ്റെ സുഹൃത്താണ് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചത്. ഇങ്ങനെ ഒരു അവസരമുണ്ട്, ചിന്തിച്ച് പോയി നോക്കൂന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ വ്യത്യസ്ത അനുഭവമാണ് എനിക്കുണ്ടായിരുന്നത്. പ്രത്യേകിച്ചിട്ട് എല്ലാം കഴുകി പൊടിച്ച് അങ്ങനെയുള്ള ഒരു സംഭവം മനസ്സിലായതിന് ഇവിടെ വന്ന ശേഷമാണ് എനിക്ക്. പിന്നെ സാമ്പാർ പൊടിയിൽ പച്ചരിയൊക്കെ നമ്മൾ ഒരിക്കലും ഇട്ടിട്ടില്ല, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ പച്ചരിയൊക്കെ ഇടാൻ പറ്റുമെന്നൊന്നും. അതൊരു അനുഭവമായിരുന്നു. ഇപ്പൊ സാറ് പറഞ്ഞു, ഇപ്പൊ രസം പൊടി പൊടിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് പൊടിച്ചാൽ ഇങ്ങനെ കറുപ്പ് വരുന്നുള്ളത് അതൊന്നും അറിയില്ലായിരുന്നു. അതൊക്കെ ഒരു പുതിയ അറിവ് തന്നെയായിരുന്നു നമുക്ക് ഇന്ന് കിട്ടിയത്. അതിനുശേഷം പിന്നെ എന്താണ് പറയാൻ, വളരെ സന്തോഷകരം. ഇവിടെ വന്നപ്പോൾ നമുക്ക് അത്ര വലിയൊരു, ഇവിടെ വന്ന എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്തപ്പോൾ പിരിയാനൊരു വിഷമം തോന്നണു. അപ്പോഴാണ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പ്രവർത്തിച്ച സാറുമാർക്കൊക്കെ വളരെയധികം താങ്ക്സ് പറയുന്നു. അതാണ് എൻ്റെ അനുഭവങ്ങൾ.
പഠിക്കാൻ അവസരം കിട്ടിയ സന്തോഷം. ഈ പ്രായത്തിൽ നമുക്ക് പഠിക്കാനൊരു അവസരം കിട്ടിയല്ലോ, അതിൽ സന്തോഷം. അങ്ങനെ അവസരം തരുന്ന സാർക്കൊക്കെ നന്ദി പറയുന്നു. നമ്മളിതിൽ പലവരും ബാങ്ക് ലോൺ എടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, ചെറിയ രീതിയിലാണെങ്കിലും. അപ്പോൾ നമ്മളിപ്പോൾ പുറത്തൊരു ജോലിക്ക് പോയാൽ നമുക്ക് ഒരു 800 ശമ്പളം കിട്ടും വെക്കുക, ഏകദേശം ഒരു ഉദാഹരണം 800 കൂലി കിട്ടും വെക്കുക. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ 1 മണിക്കൂറായിരിക്കും ചെയ്യുക ഈ നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ടത്. അല്ലെങ്കിൽ ചിലർ 2 മണിക്കൂർ, ചിലർ 3 മണിക്കൂർ, ചിലർ 10-15 മണിക്കൂർ ചെയ്യും. അപ്പം നമ്മുടെ കൂലിനെ, ഒരു ദിവസത്തെ കൂലിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. 1 മണിക്കൂറിന് എത്ര കൂലി വരുന്നുള്ളൂ, ഒരു 100 രൂപയാണ് ഉദ്ദേശമെങ്കിൽ നമ്മൾ ജോലിക്ക് നമ്മളുടെ ഇതുമായി ബന്ധപ്പെട്ട ജോലിക്ക് ഇറങ്ങുമ്പോൾ ടൈം സെറ്റ് ചെയ്ത് നമ്മൾ 1 മണിക്കൂർ പണി ചെയ്ത് അതിന്റെ കൂലി എഴുതി വെക്കണം. എന്നിട്ട് ആ ലാഭം മാത്രമേ നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി വരുന്ന ലാഭം അത് ആ ബാങ്ക് തന്നെ ലോണും അതിന്റെ വേറൊരാളുടെയാണെന്നുള്ള ബോധം നമുക്ക് വേണം. ഇപ്പൊ നമ്മളൊരു 100 ഗ്രാമിന്റെ ഈ പൊടി ഉണ്ടാക്കി വെക്കുക, അതിനൊരു നമ്മൾ ലാഭം എടുക്കും. മൊത്തം കോസ്റ്റിന് ഒരു ലാഭം ഇടും, ഒരു 10 രൂപ ലാഭം ഇട്ടാൽ അപ്പം 30 രൂപയായി. അതിൽ നമ്മുടെ കൂലിയും ഉണ്ടാവും, 30 രൂപയിൽ നമ്മുടെ കൂലിയും ഉണ്ടാവും. അതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ലാഭം ഇടുന്നത്. അപ്പൊ 10 രൂപ ലാഭം അത് ആരുടെയാണ്? നമ്മളുടെ അല്ല. നമ്മുടെ കൂലി എടുത്തു, അത് ബാങ്കിന്റെയാണ്. ബാങ്കാണ് നമുക്ക് കടം തന്നിരിക്കുന്നത്. അത് ബാങ്കിന്റെ മുതലും ബാങ്കിന്റെ ലാഭമാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മ കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഇതിനൊക്കെ മൊത്തം ഈ കിട്ടുന്ന പൈസ എന്നൊക്കെ എടുക്കും. അത് എടുക്കാൻ പറ്റും, നമ്മുടെ കൂലിന്ന് മാത്രം എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇതിന്ന് എടുക്കുന്ന എപ്പോഴാ പറഞ്ഞാൽ ഒന്നുകൂടി മാസം അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 1 വർഷം കണക്കാക്കിയിട്ട് അതിന് എത്ര ലാഭം അതിൽ കയറ്റി ഉണ്ടെന്ന് നോക്കിയിട്ട് അതിന് മാത്രം എടുക്കാൻ പറ്റും. അതിന് കുറച്ച് പൈസ ബാങ്കിക്ക് അടയ്ക്കണം. അല്ലാണ്ട് എല്ലാം കൂടി എടുത്ത് കൂട്ടിക്കുറച്ചിട്ട് ആര് ചെയ്ത അവർ പരാജയത്തിക്ക് പെടും. അത് വളരെ വ്യക്തമായിട്ട് അത് ശ്രദ്ധിക്കണം ഓരോരുത്തർ ചെയ്യുന്നത്. അത് എനിക്ക് പലപ്പോഴും ഉണ്ടായ അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ആലത്തൂരത്തെയാണ്, എൻ്റെ പേര് ചന്ദ്രികയാണ്. അപ്പോൾ ഞാൻ അഗ്രികൾച്ചർ ഫീൽഡ് സ്റ്റാഫ് ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു ഉണ്ണി സാറാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പം എനിക്ക് സത്യത്തിൽ മടിയായിരുന്നു. കുറേ പേരുണ്ടാവും, അതെന്താണ് നമ്മളെല്ലാവരും വാങ്ങി ഉപയോഗിക്കുന്നവരല്ലേ, അപ്പം ഇത് വെറുതെ ആയിരിക്കുമെന്നാണ് സത്യത്തിൽ ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഉണ്ണി സാറാണ് പറഞ്ഞത്, നീ പോയി നോക്ക്, എന്നാലല്ലേ നമുക്ക് അതിനെ പറ്റിയിട്ട് അറിയുള്ളൂ പറഞ്ഞപ്പോൾ ഞാൻ വന്നപ്പോൾ കുറേ കാര്യങ്ങൾ അറിയാൻ കഴിയും. ഇപ്പം നമ്മൾ സാമ്പാർ പൊടി വീട്ടിലെല്ലാ സാധനങ്ങളും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ തനിയെ വീട്ടിൽ തന്നെ ചെയ്യാറുണ്ട്. എങ്കിൽ പോലും നമ്മൾ വാങ്ങി ഉപയോഗിക്കാറാണ് പതിവ്. എന്താണെന്ന് വെച്ചാൽ മടി കാരണം കൂടുതൽ, പിന്നെ പണി അതൊക്കെ ചെയ്യണ്ടേ പറഞ്ഞിട്ടാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ വന്നപ്പോൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തൊരു സാധനം ഉപയോഗിക്കുമ്പോഴും പെട്ടെന്ന് കഴുകി പൊടിക്കാനൊന്നും ആരും നോക്കാറില്ല. അപ്പൊ ഇവിടെ വന്നപ്പോൾ അതെന്താണ് ചെയ്യുന്നതെന്ന് കുറേയേറെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ. അപ്പൊ ഇനിയിപ്പോ ഓരോരോ കാര്യങ്ങളും ഇനിയിപ്പോ ഒരു രസത്തിന് എന്തൊക്കെ ഉപയോഗിക്കണം, നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പോലെ അല്ല ഇവിടെ ഓരോരോ പൗഡറുകൾ ഉണ്ടാക്കണമെന്നൊക്കെ ഇപ്പോഴാണ് അത് മനസ്സിലായത്. അപ്പോൾ കുറെ പേരും ഇപ്പൊ എനിക്കാണെങ്കിലും ഇപ്പോൾ ശരി നമുക്ക് തനിയെ ചെയ്യാം, ഇത് നമുക്ക് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാന്നൊക്കെ മനസ്സുകൊണ്ട് വിചാരിക്കണം. സംഭവമായിരുന്നു ക്ലാസ്. എൻ്റെ പേര് പ്രമോദ്, തേങ്കുറിശ്ശി മഞ്ഞളൂരാണ് വീട്. ഞാൻ ഇത് ഫേസ്ബുക്ക് വഴിയാണ് ഇതറിഞ്ഞത്, കറി പൗഡർ ട്രെയിനിങ് ക്ലാസ് ഉണ്ടെന്ന്. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. ഇവിടെ വന്ന് 5 ദിവസത്തെ ക്ലാസ് നല്ല രീതിയിൽ ഒരുപാട് പഠിക്കാൻ പറ്റി. പൊടികൾ മിക്സ് ചെയ്യണതും പലതരം കറികളുടെ കൂട്ടുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റി. നന്നായിരുന്നു 5 ദിവസത്തെ ക്ലാസ്. ഇനി എനിക്കത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിനൊരു സമയം പൈസൻ്റെ ഇതൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ നോക്കും. നന്നായിരുന്നു അനുഭവം. അതിൽ പാക്ക് ചെയ്യുന്നത്, പൊടിക്കുന്നത് എങ്ങനെ, ആദ്യം മുതൽ നമ്മള് പ്രോഡക്റ്റ് മേടിച്ച് അത് എങ്ങനെ തരം തിരിച്ചിട്ട് ഓരോ ഇതായത് നമ്മൾ ചെയ്യണം എന്നുള്ള ആ ഒരു കോഴ്സ് നമ്മൾ ഇവിടുന്ന് പഠിച്ചു. എന്നിട്ട് ആ തരം തിരിച്ച് ഓരോന്ന് സെപ്പറേറ്റ് വറുത്ത് പൊടിക്കാനുള്ള ഒരു ഐഡിയ ഇവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് സെപ്പറേറ്റ് വറുത്ത് പൊടിച്ച് ആ പൊടിക്കണ മുന്നേ നമ്മൾ ആ പ്രോഡക്റ്റ് തൂക്കി പൊടിച്ച് ആ കഴുകിയ ശേഷം നമ്മളത് ഉണക്കാൻ വെച്ച് ഉണക്കിയ ശേഷം ഒന്ന് തൂക്കി നോക്കി പിന്നെ അതെടുത്ത് പൊടിച്ചിട്ടും നമ്മൾ തൂക്കി പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇത്ര ഗ്രാം വെച്ചിട്ട് ഒരു 100 ഗ്രാം എടുത്ത് വെച്ചിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അളന്നിട്ടാണ് നമ്മൾ പാക്ക് ചെയ്ത് ആ പാക്ക് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് ആ പ്രോസസ് ചെയ്യുന്നതെന്നുള്ളത് ഇവിടുത്തെ സാറും വരെയാണ് പറഞ്ഞു തന്നിരുന്നത്. അപ്പൊ ഈ ഷിജാസ് പറഞ്ഞ എനിക്ക് എന്തെങ്കിലും വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്. ഇങ്ങനത്തെ കുട്ടികൾ വീട്ടിലിരുന്നാൽ ഒരുപാട് മോശമായി പോകും. അവരിനി ഒരുപാട് കാലങ്ങൾ ഇരിക്കേണ്ടതാണ്.
അപ്പൊ ഞാൻ യൂട്യൂബിൽ അധികം കുക്കിംഗ് ചാനലാണ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് കുക്കിങ്ങിനെ പറ്റി കുറച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ മസാലപ്പൊടി പറഞ്ഞാൽ അതിനെപ്പറ്റി അത്ര കാര്യമായിട്ട് അറിയില്ല. പിന്നെ നമ്മളൊന്ന് കുറച്ചെന്തെങ്കിലും അറിഞ്ഞാലും നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ കൂടുതൽ മനസ്സിലാക്കി ഇറങ്ങുക എന്നുള്ളതാണ്. അപ്പൊ ആ പ്രോസസ്സ് എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് നമ്മൾ അത് എടുക്കും, സ്പൂൺ ചെയ്യുന്ന കടലാസിൽ നമ്മൾ കൈ ടച്ച് ചെയ്യാതെ നമ്മളത് എടുക്കണം. എടുത്ത് സ്പൂൺ കൂടെ എടുത്ത് എടുത്ത് നമ്മൾ മീറ്ററിൽ വെച്ച് അളന്ന് എടുത്ത് പിന്നെ ആ ബ്രസീന് മറ്റേ ഇതിൽ എങ്ങനെയാണ് എയർ കടക്കാതെ നമ്മൾ പാക്ക് ചെയ്യണം എന്നുള്ളത് ഇവിടെ പഠിച്ചു. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്ന് കാണുന്നുണ്ട്. കണ്ട് പഠിച്ച് എനിക്ക് പിന്നെ ഒരുപാട് അറിവുകളും ഇവിടെ നിന്ന് കിട്ടി. സന്തോഷം. എനിക്ക് ഇതിൽ കൂടെ എനിക്ക് ഒരു കോൺഫിഡൻസ് വന്നു, എങ്ങനെ നമ്മളിതിൽ ബിസിനസ് ചെയ്യാം എന്നുള്ളത്. ഒരു കോൺഫിഡൻസോടെയാണ് ഞാനിപ്പോ ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ സാമ്പാർ പൊടി, രസപ്പൊടി, കറാമ്പൂസ് പൊടി ഒക്കെ നിന്നാണ് നമ്മളെല്ലാവരും സാറുമാര് പറഞ്ഞെന്ന് നമ്മൾ അത് പ്രകാരം എല്ലാം പഠിച്ചെടുത്തിട്ടുണ്ട്. ഇനി പുതിയതായിട്ട് ഒരു സംരംഭം തുടങ്ങാമെന്നുള്ള ഐഡിയ ഉണ്ട്. ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ് എന്തായാലും എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ലോങ് ആയി തുടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്ത് എന്തായാലും ഇതിൽ 2-3 പ്രൊഡക്റ്റുകൾ ഞാൻ സാധാരണ ചെയ്യും. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ നമുക്ക് പൊടിച്ച് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ, വറുത്ത് പൊടിച്ച് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ. കാരണം ഞങ്ങളൊക്കെ പൊതുവെ പാക്ക് വാങ്ങിച്ച് ഉപയോഗിച്ച് ഒരു 5 മിനിറ്റ്സ് കൊണ്ട് നമ്മളെ കാര്യം നടക്കുക, കുക്കിംഗ് ചെയ്ത് കഴിയുക, അങ്ങനെയൊക്കെ ചെയ്ത ആളുകളാണ്. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കിയത്. കാരണം ശാസ്ത്രീയമായിട്ട് കാര്യങ്ങൾ ചെയ്യാന്നുള്ള കാര്യം മനസ്സിലാക്കിയതും അത് നമ്മുടെ ശരീരത്തിന് എത്രത്തോളം ഹെൽപ്ഫുൾ ആണെന്ന് മനസ്സിലാക്കിയതും ഇവിടെ വന്നതിന് ശേഷമാണ്. അല്ലാതെ നമുക്ക് സാധാരണ നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ശരീരത്തിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ എന്തൊക്കെ ഉണ്ട്, കാരണം നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ ആരോഗ്യം നല്ല രീതിക്ക് കൊണ്ടുപോകാൻ മനസ്സിലാക്കിയത് ഇവിടെ വന്നതിന് ശേഷമാണ്. കാരണം അല്ലാതെ നമ്മൾ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ കടയിൽ പോയി വാങ്ങിക്കണോ വരുന്നു അല്ലാതെ ഇങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളതും ഇത്രയും ഇവരുടെ ത്യാഗത്തിലൂടെയാണ് ഈ പൊടികളും ഇതൊക്കെ അവിടെ കടകളിൽ പാക്കറ്റ് തൂങ്ങി കിടക്കണമെന്ന് അറിഞ്ഞത് തന്നെ ഇവിടെ വന്നതിന് ശേഷമാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇത്ര കാലം മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നല്ല ക്ലാസ് ആയിരുന്നു. പഠിപ്പിച്ചു തന്ന ക്ലാസ് എടുത്ത സാറുമാരാണെങ്കിലും നല്ല മനസ്സിലാകുന്ന രീതിയിൽ ഓരോരോ കാര്യങ്ങൾ. ഇപ്പോൾ എന്തെങ്കിലും നമുക്കൊരു സാമ്പാർ പൊടി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എത്ര എടുക്കണം, ഒരു 100 ഗ്രാമിന് അല്ലെങ്കിൽ 1 കിലോയ്ക്ക് അതൊക്കെ എത്ര ഗ്രാം വെച്ച് എടുക്കണം എന്നൊക്കെ അവർ വ്യക്തമായി വിശദമായി പറഞ്ഞു തന്നു. എനിക്ക് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാനൊരു ആഗ്രഹം നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ ഇഡ്ഡലി പൊടിയൊക്കെ പൊടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും വലിയൊരു കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് വന്നത്. ഇവിടെ വന്ന ഇവരൊക്കെ അത്രയും നല്ല സപ്പോർട്ടാണ്, സാറന്മാർ നല്ല സപ്പോർട്ടായിരുന്നു. ഇത് എങ്ങനെ ചെയ്യണം, പാക്ക് ചെയ്യണം, നമ്മൾ അല്ലെങ്കിൽ കവറൊക്കെ എടുക്കുമ്പോൾ കൈയൊക്കെ ഇട്ടിട്ടൊക്കെയാണ് ചെയ്യുക. അപ്പൊ നമ്മളിപ്പോ സ്പൂൺ കൊണ്ട് ടച്ച് ചെയ്ത് ഹൈജീൻ ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കി ഇവിടെ വന്ന ശേഷമാണ് എന്നൊരു കോൺഫിഡൻസ് തന്നത്. ഇവിടെ വന്ന ശേഷമാണ് എനിക്ക് സംരംഭം തുടങ്ങി വിജയിക്കുന്ന കോൺഫിഡൻസ് ഉറപ്പായിട്ടും ഇവിടെ വന്ന ശേഷം എനിക്ക് കിട്ടിയത്. പിന്നെ വീടുകളിലൊക്കെ കുരുമുളക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ജീരകം എടുക്കുമ്പോൾ അതൊക്കെ എടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഡപ്പിന് വരി കൊണ്ട് എടുത്ത് വേഗം ഉപയോഗിക്കലാണ് പതിവ്. പക്ഷെ ഇപ്പൊ മൊത്തത്തില് എല്ലാം നല്ലൊരു കഴുകി ഉപയോഗിക്കണം. അല്ലെങ്കിൽ അറിയാവുന്നെങ്കിലും പച്ചക്കറികളൊക്കെ കഴുകും, അങ്ങനെ ഉള്ളി അങ്ങനെയുള്ളതൊക്കെ കഴുകുന്നല്ലാതെ കുരുമുളകൊക്കെ കഴുകി ഉപയോഗിക്കണം അല്ലെങ്കിൽ ജീരകം കഴുകി ഉപയോഗിക്കണം എന്നൊക്കെ മൊത്തത്തിലെല്ലാം നല്ലൊരു. നമസ്കാരം, എൻ്റെ പേര് രോഷ്നി. ഞാൻ വരുന്നത് തരൂർ പഞ്ചായത്തിലെ അത്തിപ്പറ്റയിൽ നിന്നാണ്. ഞാനിത് ഒരു ഫ്രണ്ട് മുഖാന്തരമാണ് അറിയുന്നത്. അറിയുമ്പോഴേക്കും തന്നെ വൈകിപ്പോയി. ഒരു ദിവസത്തെ ക്ലാസ് ഇവിടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിരുന്നു. അത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് പൊടിക്കുന്നത് പഠിക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ ഇവിടെ വന്നു കുറെ കൂട്ടുകാരെയൊക്കെ കിട്ടി. നല്ല രസമുണ്ടായിരുന്നു. ചേച്ചിമാരും അനിയത്തിയും ഏട്ടന്മാരും എല്ലാവരുമായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ ഭക്ഷണം ഉച്ചയ്ക്ക് കഞ്ഞിയായിരുന്നു. അത് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീട്ടിൽ പോലും കുടിക്കില്ല, പക്ഷെ ഇവിടെ വന്നപ്പോൾ അതൊക്കെ കുടിച്ചു. ഭയങ്കര സന്തോഷമായി. അതായത് ഒരു പഠിക്കാൻ വന്നു, കറി പൗഡർ പഠിക്കാൻ വന്നു, പക്ഷെ അതിലുപരി നമുക്ക് കുറെ സുഹൃത്തുക്കളെയൊക്കെ കിട്ടി. അതിൽ ഭയങ്കര സന്തോഷമായി ഒരാഴ്ച കൊണ്ട്. ഈ 5 ദിവസം ക്ലാസ്സിൽ പങ്കെടുത്തത് കൊണ്ട് തന്നെ ഇതുവരെ എനിക്ക് ഇതിനെ പറ്റിയിട്ട് യാതൊന്നും അറിയില്ലായിരുന്നു. ഫീൽഡ് വർക്കിന് പോയിട്ട് തെയ് വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് നടന്നൊരു വ്യക്തിയാണ് ഞാൻ.
അപ്പൊ എനിക്ക് ഈ ഒരു 5 ദിവസത്തെ ക്ലാസ് കൊണ്ട് മനസ്സിലായത് നമുക്കും ഇത് ചെയ്യാൻ പറ്റും, നല്ല പ്രൊഡക്റ്റുകൾ നമുക്കും ഉണ്ടാക്കാൻ പറ്റും. എന്താന്ന് വെച്ചാൽ എല്ലാ തരത്തിലും നമുക്ക് ഈ ഒരു 5 ദിവസത്തെ ക്ലാസ് കൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാനാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നുള്ളത് ഈ ക്ലാസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എൻ്റെ കൂടെയുള്ള ഒരു കുട്ടി എൻ്റെ പെങ്ങളുടെ മകനാണ്. അവന് ഓട്ടിസം ഉള്ള കുട്ടികളാണ്. പിന്നെ ഞങ്ങൾ 1000-ഓളം കുട്ടികൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിൽ. ഇതേമാതിരി 10-22 വയസ്സായി വീട്ടിലിരിക്കുന്ന കുട്ടികളുണ്ട്. ഇവിടെയാണ് മെയിൻ കാര്യം. അപ്പൊ ക്ലാസ്സിലൂടെ നമുക്ക് വ്യത്യസ്തമായ ചില അറിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കോഴ്സുകൾ ഇതൊന്നും എത്ര കിട്ടിയാലും നമുക്ക് മതിയായില്ല. ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ പഠിപ്പുകൾ പറഞ്ഞ അനന്തമാണ് ഈ കുക്കിങ്ങിനെ പറ്റിയിട്ട്. വ്യത്യസ്തമായ ചേരുവകൾ ചേർക്കും, വ്യത്യസ്തമായ ടേസ്റ്റുകൾ വരും. അത് കുറെ കാലം ഓരോരുത്തർ അതിൽ ടേസ്റ്റിൽ അഡിക്റ്റ് ആകുമ്പോൾ പിന്നെ അത് ബ്രാൻഡായിട്ട് വരും. പിന്നെ ആ ബ്രാൻഡ് തന്നെ ഇഷ്ടപ്പെടും. അങ്ങനെയാണ് ആളുകൾ പൊതുവെ താല്പര്യപ്പെടുന്നത്. അപ്പൊ ഈ കോഴ്സിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് അറിവുകൾ കിട്ടിയിട്ടുണ്ട്. നല്ല കോഴ്സായിരുന്നു. ഇനിയും ഇതിനെപ്പറ്റി എനിക്ക് ഇനിയും പഠിക്കണം തന്നെയാണ് ആഗ്രഹം. ഇങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട്, പുതിയതായിട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട് ഇപ്പൊ മനസ്സിൽ. അതിന് ഈ ഒരു ഇതില് ഞാൻ ആക്റ്റീവേ അല്ലായിരുന്നു. എനിക്ക് അറിയില്ല അത് നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഓടിച്ചാടി എന്തെങ്കിലും ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു ജോലിക്ക് പോവാന്നൊക്കെ തന്നെയാണ് ഞാനും വിചാരിച്ചത്. പക്ഷെ ഈ 5 ദിവസം ക്ലാസ് കൊണ്ട് എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചു. പിന്നെ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഈ ക്ലാസ് കൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഒരു പുതിയൊരു സംരംഭം കൂടെ തുടങ്ങണം, നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് കൊടുക്കണം എന്നൊക്കെ ഉണ്ട്. ഞാൻ ഈ റെൻഡെക്സ് എന്ന് പറഞ്ഞ ലിക്വിഡ് സോപ്പാണ് ചെയ്യുന്നത്. അതിൽ എത്ര ലാഭമൊന്നും എനിക്ക് കഴിഞ്ഞാൽ പിന്നെ റിലയൻസ് ഇൻഷുറൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് ചെറുതായിട്ടൊരു വരുമാനം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ ജീവിതം. ഇപ്പൊ ഹസ്ബൻഡ് IT എഞ്ചിനീയറായിട്ട് റിട്ടയർഡ് ആയ ആളാണ്. ഇപ്പൊ കാര്യമായിട്ട് സാമ്പത്തികമൊന്നും ഇല്ല. പിള്ളേർ 2 പേരും BDSന് പഠിക്കുകയാണ്. അപ്പൊ നമുക്ക് നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ സംരംഭം തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ കുറച്ച് നല്ലൊരു ബെറ്റർ ഇൻകം ഉണ്ടാക്കാൻ പറ്റും വിചാരിച്ചിട്ടാണ്, അഡീഷണൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റും വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അവിടെ നിന്ന് കിട്ടും തന്നെ എൻ്റെ വിശ്വാസം. പിന്നെ ഇത് സാധനങ്ങളെല്ലാം നമ്മൾ കഴുകി ഉണക്കി എന്നിട്ടാണ് പൊടിച്ചിട്ട് പാക്ക് ചെയ്യുന്നത്. അപ്പൊ മായമില്ലാത്ത സാധനം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അത് ഇവിടെ വന്നപ്പോ നല്ല രീതിയിൽ തന്നെ മനസ്സിലായി. ഓരോ സാധനങ്ങളും ഓരോന്നും കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനെന്നും അതിൽ എത്രത്തോളം അവർ മായം ചേർക്കുന്നുണ്ട്, ആ മായങ്ങളൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ നല്ലൊരു സാധനം കൊടുക്കണം എന്നുള്ളതും ഈ ക്ലാസ്സിൽ വന്നപ്പോൾ മനസ്സിലായി. പിന്നെ അത് പാക്കറ്റിലാക്കിയിട്ട് സീൽ ചെയ്ത് കൊടുക്കണ കാര്യവും എല്ലാം മനസ്സിലായി. 5 ദിവസം ക്ലാസ്സിൽ നമുക്ക് ഒരുപാട് കാര്യം മനസ്സിലാക്കാൻ പറ്റിയല്ലോ. ഇവിടെ വന്ന് സാറ് പറഞ്ഞു തന്നാൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്തു. കുഴപ്പമില്ല, എല്ലാം അത് പഠിച്ചു. നമ്മൾ പാക്ക് ചെയ്യേണ്ടതും പഠിച്ചു, പൊടികൾ എങ്ങനെയൊക്കെ മിക്സ് ചെയ്യണം, എത്ര അളവ്, കാര്യങ്ങളെല്ലാം അതിലൂടെ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ആദ്യം ചെറുതായിട്ടൊന്ന് നോക്കാം, ചെറുതായിട്ട് വീട്ടിൽ തുടങ്ങിയിട്ട് കൊടുത്ത് കറക്റ്റാണോ എന്ന് നോക്കാം. എന്നിട്ട് പിന്നെ വലിയ രീതിക്ക് നോക്കാം. അത് ഏകദേശം എനിക്ക് നേരത്തെ യൂട്യൂബിൽ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ കൂടുതൽ പറഞ്ഞു തന്നു സാറ്. പിന്നെ ഈ പാക്കറ്റിന്റെ ഉള്ളിലൊക്കെ നമുക്ക് വിരലിടാൻ പറ്റില്ല, അങ്ങനത്തെ രീതിയൊന്നും നമുക്കറിയില്ല. അപ്പൊ നമ്മളൊക്കെ ഈ കവറിന്റെ ഉള്ളിലൊക്കെ PVC കവറിന്റെ ഉള്ളിലൊക്കെ വിരലിട്ടിട്ടേക്കും ഇങ്ങനെ കൈ കൊണ്ട് ഇളക്കിയിട്ടും അങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ അത്യാവശ്യം പൊതുവെയുള്ള നമ്മുടെ അറിവുകൾ. ഇതിപ്പോ പാക്കിങ്ങിൽ പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ പുതിയ അനുഭവം തന്നെയാണ്. ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, പാക്കറ്റിന്റെ ഉള്ളിൽ നമ്മൾ സ്പൂൺ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വിരൽ കടത്താതെ ഇടണം എന്നുള്ളതൊക്കെ പുതിയ അനുഭവം തന്നെയാണ്. അതൊക്കെ ക്ലാസ്സിൽ നിന്നാണ് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എല്ലാം നമ്മുടെ അറിവ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും തെറ്റായ രീതിയിലൂടെ ഒക്കെ ചെയ്യും. ഏത് രീതി ചെയ്യുന്നതിനും അതിനൊരു കൃത്യനിഷ്ഠതയുണ്ട്. അതാണ് നമ്മൾ ക്ലാസ്സിൽ നിന്ന് മെയിനായിട്ട് മനസ്സിലാക്കുന്നത്. ഞാന് അരിക്കൊണ്ടാട്ടം ചെയ്യുന്നുണ്ട്, 12 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. അതിലൊരു 6 വർഷമായിട്ട് ഞാൻ കുറച്ച് മെഷീനറീസ് എടുത്ത് ചെയ്യുന്നുണ്ട്. ഇനി അതിൽ എനിക്ക് കുറച്ചുകൂടി മെഷീനറീസ് ആവശ്യമാണ്. അപ്പൊ അതിലൊക്കെയാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം എനിക്ക് കൂടുതൽ ചെയ്യണം, അതെന്റെ ഒരു ആഗ്രഹമാണ്, കൂടുതൽ ചെയ്യണം എന്നുള്ളത്. അതിലേക്ക് എത്തും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുവരെ എത്തിയിട്ടുണ്ട്, ഇനിയും എത്തും. അപ്പോ അരിക്കൊണ്ടാട്ടമാണ് ചെയ്യുന്നത്. അത് പുറത്തേക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. കിഷൻസ് എന്നാണ് അതിന്റെ പേര്. ഇനി അത് കൂടുതലായിട്ട് ചെയ്യണം.
പിന്നെ ഞാൻ ഇഡ്ഡലിപ്പൊടി ചെയ്യുന്നുണ്ട്. അപ്പോ ഇഡ്ഡലി പൗഡറുടെ കൂടെ ഈ മസാല പൊടികളും ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് അത് എങ്ങനെയെന്ന് നോക്കിയ ശേഷം മിഷനറീസ് എടുത്തിട്ട് കുറച്ചുകൂടി വിപുലമായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ കുറച്ചു പേർക്ക് അതിലൂടെ തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. വീട് കിഴക്കഞ്ചേരി മലങ്കോട്, ഇപ്പോൾ ആലത്തൂർ താമസിക്കുന്നു. ഞാൻ അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കോഴ്സ് തുടങ്ങുന്ന ആരാണോ ഈ കോഴ്സ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് വെച്ചാൽ അവരിൽ നിന്ന് നേരിട്ട് അറിഞ്ഞിട്ടുള്ള ഒരാളാണ്. ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ധൈര്യം എനിക്കുണ്ട്. പക്ഷെ എൻ്റെ കുട്ടിക്ക് ഇത് പറ്റുമെന്നുള്ള സംശയം പറയുന്നത് മുഖം പൊടിയല്ലേ, അവനിങ്ങനെ മുഖത്തും കയ്യിലൊക്കെ ആക്കും. ഇതൊക്കെ പറഞ്ഞ ബുദ്ധിയില്ലാത്ത കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ എന്തായാലും ഇത് ഒരു സൈഡായിട്ട് കൊണ്ടുപോകും. വേറെ ഇതേമാതിരി പാക്കിംഗ് കൂടി സൈഡായിട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ തരൂർ അമ്പാട്ടുപറമ്പിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് കാസിം. ഞാൻ ഈ കറി പൗഡർ മേക്കിംഗ് കോഴ്സിനെ കുറിച്ച് അറിഞ്ഞത് ഞങ്ങളുടെ ദേശം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് തരൂര്. അതിലൂടെയാണ് ഞാൻ ഈ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞത്. അതിന് യഥാർത്ഥത്തിൽ അറിയുമ്പോൾ തന്നെ അറിഞ്ഞത് ഈ ഇത് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസമാണ് ഞാൻ സാറെ വിളിച്ചത്. കൃത്യസമയത്ത് കോഴ്സിനെ അറ്റൻഡ് ചെയ്തു. ഇവിടെ ക്ലാസ്സുകളൊക്കെ തുടങ്ങി. എല്ലാം നല്ല രീതിയിലുള്ള ടീച്ചിങ് ആയിരുന്നു സാറന്മാരെയൊക്കെ. അതിൽ നിന്ന് കുറേ അറിവുകളൊക്കെ കിട്ടി. അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇവരുടെ മുമ്പിൽ വന്ന് പെട്ടത്. അപ്പോൾ എനിക്കതൊരു പ്രചോദനമായിട്ടുണ്ട്. സത്യത്തിൽ ഇത് തന്നെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. ഇതിങ്ങനെ വന്നു പെട്ടപ്പോഴാണ് ഈ ഫീൽഡിൽ വന്ന് ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് പ്രാഥമിക അറിവുകൾ കിട്ടിയത് ക്ലാസ്സിൽ നിന്ന് തന്നെയാണ്. കാരണം റോ മെറ്റീരിയലിനെ കുറിച്ച് അറിയാമെങ്കിൽ കൂടെ നമുക്കിപ്പോൾ മൊത്തത്തിൽ ഇതൊക്കെ കൂടെ വാങ്ങി മില്ലിൽ പൊടിക്കുന്ന വിവരങ്ങളൊക്കെ എല്ലാം അറിയുള്ളൂ. പക്ഷെ അതെങ്ങനെ മാർക്കറ്റിൽ കിട്ടുന്ന ഓരോ മെറ്റീരിയലും അവർ സ്റ്റോക്ക് ചെയ്യുന്നത് പല വിധത്തിലായിരിക്കും. അപ്പോൾ അത് നമ്മൾ കൃത്യമായി കഴുകി വൃത്തിയാക്കി ഉണക്കി നമ്മൾ ശുദ്ധിയോടുകൂടെ ഒരു പ്രൊഡക്റ്റാക്കി മാറ്റാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഇത് ചെറിയ രീതിയിൽ കൊണ്ടുപോകുക, ബാക്കിയുള്ളത് ഇത്തിരി നല്ല രീതിയിൽ കൊണ്ടുപോവുക. പിന്നെ ഏതാണ് രക്ഷപ്പെടുന്നൊക്കെ ഓരോരുത്തരുടെ ഓരോ ടൈമുമാതിരി ഇരിക്കുമല്ലോ. അതാണ് ഇതിന് മുളക് പൊടി ഇതിൽ ബുദ്ധിയില്ലാത്ത കുട്ടികളെ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ ചെയ്യണമെന്ന് ഇവിടെ വന്നപ്പോൾ അത് മനസ്സിലായി. പൊടിന്റെ പ്രശ്നങ്ങൾ ഇത് ക്ലാസ്സിലൂടെ നമ്മൾക്ക് ഈ പരിപാടികൾ ചെയ്ത് വിജയിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നുള്ള ധൈര്യമുണ്ട്. മാർക്കറ്റിംഗ് ആണ് വിഷയം. അതിന് നമ്മൾ കഠിനമായ പരിശ്രമം നടത്തണം. അതെന്തായാലും നടത്തിയാൽ തന്നെ ഏതാണെങ്കിലും വിജയിക്കുള്ളൂ. ഉണ്ടാക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ട് മാർക്കറ്റ് തന്നെയാണ്. വിറ്റഴിച്ച് പൈസ വാങ്ങിക്കിട്ടണ്ടേ. അതിന് നമ്മൾ കഠിനമായ പരിശ്രമങ്ങൾ തന്നെ നടത്തണം. വൃത്തിയായിട്ട് തുടങ്ങുമ്പോൾ ഇതിന് മെയിൻ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കിയിരിക്കണം, കഴുകണം, ക്വാളിറ്റി ഉറപ്പാക്കണം. നമ്മൾ പരമാവധി വില കുറച്ച് സാധനം വാങ്ങണം. എവിടെ നിന്നാണ് കുറഞ്ഞ് കിട്ടുക നല്ല ക്വാളിറ്റിയുള്ള സാധനം. അതേമാതിരി വില ഈ മാർക്കറ്റിൽ വില കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കും. അപ്പൊ കുറഞ്ഞ സമയത്ത് നമ്മ പൈസയൊക്കെ ഉള്ളവര് ആ സാധനം കുറച്ച് കൂടുതൽ വാങ്ങി സൂക്ഷിച്ചു വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഞാനൊക്കെ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് ചുക്ക് കുരുമുളകൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ്. റബ്ബറൊക്കെ 125 വരുമ്പോ 200 വെക്കും. പിന്നെ അത് കൂട്ടി വെച്ചിട്ട് അപ്പൊ നമ്മ ഒരു 10 ലക്ഷത്തിന് വെച്ചാൽ 20 ലക്ഷം കിട്ടും. അങ്ങനെയൊക്കെയാണ് ബിസിനസ്സുകൾ ഉള്ളത്. അപ്പൊ നമ്മൾ വീട്ടിനുള്ളിൽ മിണ്ടാണ്ടിരുന്നാൽ നമുക്ക് നമ്മുടെ തോന്നിയമാതിരി നടക്കാം. മാസത്തിലൊരിക്കൽ പക്ഷെ സൂക്ഷിക്കുന്നത് മുഴുവൻ വിഷമിട്ടിട്ട് സൂക്ഷിക്കുക. അത് എല്ലാ ഇങ്ങനത്തെ സാധനങ്ങളും അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ മുതലും നശിച്ചു പോകും. എല്ലാം നമുക്ക് കിട്ടുന്ന മുളകാണെങ്കിലും ചുക്കാണെങ്കിലും ഇഞ്ചിയാണെങ്കിലും അങ്ങനെ തന്നെ കിട്ടുന്നത്. അപ്പൊ നമ്മൾ വില കുറഞ്ഞ് കിട്ടുമ്പോൾ വാങ്ങി കുറച്ച് സൂക്ഷിക്കുക അത്യാവശ്യം. ഇനി അല്ലാത്തവരും അത് മാസത്തിലൊരിക്കൽ വെയിലത്തിട്ട് ഉണക്കിയെടുത്താലും മതി. അപ്പോഴും കേട് വരാണ്ടിരിക്കും. ഇപ്പൊ വലിയ കൂടുതൽ സൂക്ഷിച്ചവർക്ക് ഉണക്കാൻ കഴിയില്ല. അവർക്ക് ഒരു ടണ്ണക്കണക്കിന് ഉണക്കിയ അതിനൊന്നും മുതലായില്ല അവർക്ക്. അപ്പൊ അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ചുക്കിനൊക്കെ പറഞ്ഞ ഗന്ധകം പോയൊക്കെയാണ്. പിന്നെ ഒരു ഗുളികയുണ്ട്, വെള്ള ഗുളിക. അതുകൊണ്ട് വെച്ചു കൊടുക്കും ഒരു ചാക്കിൽ തുണിയിൽ കെട്ടിയിട്ട്. നമ്മുടെ അവിടെ കേരളത്തിൽ മാത്രമേ അത് കിട്ടാത്തുള്ളൂ. ഇവിടെ തമിഴ്നാട് കടന്ന് ഇഷ്ടമായി കിട്ടും. ഇങ്ങനെ വെച്ചിട്ടുണ്ട്, വരിയായി ചന്തത്തിൽ വെച്ചിട്ടുണ്ട്. ആ സാധനം കിട്ടിയിട്ട് അവര് കേരളത്തിലേക്ക് അയക്കുമ്പോൾ ആ ചാക്കുന്ന അതുകൊണ്ട് ഒഴിവാക്കും ഒരു കമ്പനിക്കാർ. അപ്പൊ നമ്മൾ അങ്ങനത്തെയൊക്കെ ശ്രദ്ധിക്കുക. കഴുകി വൃത്തിയാക്കണം. നമ്മൾ കൊടുക്കുന്ന സാധനം
കഴുകി വൃത്തിയാക്കുക, എത്ര കുറച്ച് മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റും അത്രയും കുറച്ച് കൂടുതൽ വിൽപ്പന ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ ചെറിയ ലാഭം എടുത്ത് വലിയ ക്വാണ്ടിറ്റി വിൽക്കുക, നിറയെ കച്ചവടം ചെയ്യുക. അപ്പൊ ചെറിയ 10 പൈസയാകുമ്പോൾ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ നിറയെ ഉണ്ടാവും. അപ്പൊ കുറച്ച് ആളുകൾക്ക് ജോലി കിട്ടും. അങ്ങനെയൊക്കെ അല്ലെങ്കിൽ കുറച്ച് വിട്ടിട്ട് നല്ല വിലയ്ക്ക് വലിയ വലിയ കടകളിലൊക്കെ വിൽക്കണം. നമ്മളുടെ വലിയ കടയിലൊന്നും കടത്തില്ല. അജുവാൻ പറഞ്ഞ കടകളിലൊക്കെ അവർ പെട്ടിയിലുണ്ടാക്കി വെച്ച മാതിരി വെക്കും. അവിടെ 1000 രൂപ. അപ്പൊ അവിടെ കുരുമുളക് അജുവാനിൽ 2000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. കുറച്ച് വലിപ്പുണ്ടാവും. അവിടെ നിന്ന് ഇറക്കുന്ന വഴിയാണ് 2000 രൂപയ്ക്ക് അവിടെ വിൽക്കുന്നത്. അത് വാങ്ങാൻ അറിയാളുണ്ട്. എല്ലാ സാധനവും അവിടെ ഇരട്ടി വിലയാണ്. ഇപ്പൊ ഈന്തപ്പഴം പറഞ്ഞാൽ 100 രൂപയ്ക്ക് തൊട്ട് അവിടെ 5000 10,000 വരെയുണ്ട്, 100 രൂപയുണ്ട്. അപ്പൊ കൂടിയ വിലയ്ക്ക് വാങ്ങുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഷർട്ട് 100 രൂപയ്ക്ക് കിട്ടും, 2000 3000 കിട്ടില്ല. അപ്പൊ വില കൂടിയത് വാങ്ങാൻ ആളുകളുണ്ട്. അതിനുള്ള ക്വാളിറ്റിയും അതിനുള്ള പാക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിലയ്ക്ക് വിൽക്കാൻ കിട്ടും. നമ്മൾ അങ്ങനത്തെ സ്ഥാപനത്തിൽ പോയി പിടിച്ച് കയറാനുള്ള യോഗം നമുക്ക് ഉണ്ടാകണം, അതിനുള്ള പ്രവർത്തനം ഉണ്ടാകണം. എന്നാൽ അങ്ങനെയും പൈസ ഉണ്ടാക്കാം. കുറച്ച് പണി കുറച്ച് കൂടുതൽ ലാഭം. പക്ഷെ ഏകദേശം കുറേയൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം കുറച്ചൊരു കോൺഫിഡൻസും കൂടെ വന്നിട്ടുണ്ട്. നേരത്തെ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടെ കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. സ്വന്തമായിട്ട് ബിസിനസ്സുകളും തൊഴിലുകളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം രണ്ടും കൂടെ എങ്ങനെ കൊണ്ടുപോകാമെന്നതിനെ കുറിച്ചിട്ടാണ് ഒരു പ്രശ്നം. എങ്കിൽ രണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു നിർമ്മാണ യൂണിറ്റ് സ്റ്റാർട്ട് നിലവിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നിലവിൽ അത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കുറച്ച് പ്രോഡക്റ്റുകളും മറ്റുള്ള ചില്ലറ സാധനങ്ങൾ ഇപ്പം നിലവിലുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. കാരണം അത് വിപുലമായിട്ട് രംഗത്തിറക്കിയിട്ടില്ല. ഇവിടുന്ന് പഠിച്ചത് ഇപ്പോൾ റോ മെറ്റീരിയല് ഒരു കൃത്യമായ ഫോർമുലകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഏത് വിധത്തിൽ നമ്മളത് യൂസ് ചെയ്യണമെന്നും അത് പൊടിക്കുന്ന രീതിയും പാക്ക് ചെയ്യുന്ന രീതിയും പിന്നെ അത് എങ്ങനെ മാർക്കറ്റ് ചെയ്യാനുള്ള തന്ത്രങ്ങളെല്ലാം ഇവിടുന്ന് ഈ ക്ലാസ്സിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. കറി പൗഡർ നിർമ്മാണം എന്നുള്ള രീതിയിൽ ഒരു 4, 5, 10 ഐറ്റംസ് മാത്രമായിട്ടല്ല ഉദ്ദേശിക്കുന്നത്. കാരണം സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഐറ്റംസും കൂടെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൂടെ ഉണ്ടാവുകയാണെങ്കിൽ, കാരണം ലോണോ സംവിധാനം ഇല്ലാണ്ട് ഒരാൾക്കൊരു പുതിയ പ്രോജക്റ്റ് തുടങ്ങാൻ കഴിയില്ല എന്നുള്ളത് അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു സംവിധാനം കൂടി പ്ലാൻ ചെയ്തിട്ടാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റിൽ നിലവിൽ 3 തരത്തിലുള്ള മാർക്കറ്റിംഗ് ഉണ്ടെങ്കിലും ഞാൻ എന്നെ സംബന്ധിച്ച് ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. നേരിട്ട് ഡയറക്റ്റ് മാർക്കറ്റിംഗ്, നേരിട്ട് ഡോർ ടു ഡോർ സംവിധാനം നേരിട്ടും അല്ലാത്ത രീതിയിൽ ഒരു 20 വർഷം മുൻപ് നേരിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. എൻ്റെ കൂടെയുള്ള ഒരു കക്ഷിക്കും അതേപോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പരിപാടി തുടങ്ങിയാൽ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ധാരണയുണ്ട്. ഉദ്യം രജിസ്ട്രേഷനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ സ്പീഡ് ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം അടുത്ത ചില കോഴ്സുകളും കൂടെ ചെയ്തിട്ട് ഒന്നുകൂടെ ഏതെങ്കിലും അടുത്ത് വേറൊരു ഫീൽഡ് കൂടെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും അതിനെക്കുറിച്ച് ഡീപ്പായി നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം, അറിഞ്ഞുകൊണ്ട് ചെയ്യുക. നമ്മൾ അന്ധമായി ഒരു കാര്യത്തിലും എടുത്തു ചാടരുത് എന്നുള്ളതാണ്. കറി മസാല മേക്കിംഗ് ഇതിന്റെ ഭാഗമായി പറയാനുള്ളത്, എനിക്ക് നമ്മൾ വീട്ടിൽ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളുടെയും ഔഷധ ഗുണം പോലും അറിയാതെയാണ് നമ്മൾ കറിയിൽ എത്രത്തോളം ചേർക്കുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അതിന്റെ ഗുണനിലവാരം, നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യണം, അത് കഴുകി വൃത്തിയാക്കണം. അതുമാത്രമല്ല, സാമ്പാർ പൊടി നിർമ്മാണമായിരുന്നു ആദ്യം പഠിപ്പിച്ചത്. അത് ഇഡലി സാമ്പാറിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ആ ഇഡലി സാമ്പാറിൽ നമ്മൾ ഇതുവരെ ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസ് ഒന്നും ആയിരുന്നില്ല. ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് സുരേഷ് കൃഷ്ണൻകുട്ടി എന്ന അദ്ദേഹം പറഞ്ഞു തന്നത്. അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാമ്പാറിനേക്കാൾ വ്യത്യസ്തമായിട്ട് അതിൽ പല ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ രീതിയിൽ പാലക്കാടൊന്നും കുരുമുളക് സാമ്പാറിൽ ഉപയോഗിക്കാറില്ല. അതേപോലെ അരി വറുത്ത് പൊടിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സാറ് പറഞ്ഞതുപോലെ നമ്മളൊരു 1 ലാഖിന്റെ പദ്ധതി ആസൂത്രണം ചെയ്യണമെങ്കിൽ നമ്മളെ കയ്യിൽ എന്തായാലും ഒരു 2 ലാഖ് വേണം. എങ്കിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ലോൺ
മാത്രം ആശ്രയിച്ച് പോയി കഴിഞ്ഞാലും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാരണം ഈ പഠനമാര് നമ്മളെ പ്രൊഡക്റ്റുകളുടെ ബിൽഡിങ്ങിൽ വരെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കൃത്യമായ അടവ് തെറ്റിക്കഴിഞ്ഞാലും ഒക്കെ വരുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി തന്നെ കണ്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞാൻ ഇത്രയും കാലം വിദേശത്ത് സൗദി അറേബ്യയിലായിരുന്നു. അവിടെയും ഞാൻ സ്വന്തം ബിസിനസ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു മേഖലയാണ്. കാരണം അത് ട്രാൻസ്പോർട്ടിങ് ആൻഡ് നമ്മുടെ ലോജിസ്റ്റിക് ആയിരുന്നു. ഇനി സ്വന്തമായി ട്രെയിലറും ലോറിയൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ. അറാംകോന്റെ സബ് കോൺട്രാക്റ്റുകൾ കിട്ടിയിരുന്നു. അതേമാതിരിയുള്ള മറ്റു പല കമ്പനികളുടെയും ട്രാൻസ്പോർട്ടിങ്ങൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ എന്നും അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. വീട്ടിലെ ചില സാഹചര്യങ്ങളൊക്കെ കാരണം ഇപ്പോൾ കുട്ടികളൊക്കെ പഠിച്ചു, അവരൊക്കെ ജോലിയായി. ഒരു മോളുള്ളത് വിവാഹം കഴിഞ്ഞു, ഭർത്താവിനോടൊപ്പം ദുബായിലാണ്. അത് വീട്ടിലെ ആളില്ലാതായപ്പോൾ വന്നു. ഇവിടെ തന്നെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു ശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പറ്റില്ല. കാരണം ഞാനിപ്പോ നാട്ടിൽ വന്നിട്ട് 5 വർഷമായിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. കാരണം ഇവിടെ ആരോട് എന്ത് അന്വേഷിക്കാൻ പോലും എടുത്തു ചാടരുത്, കയ്യിലെ കാശ് പോകും, സൂക്ഷിക്കണം എന്നുള്ളൊരു അഡ്വൈസാണ്. അല്ല, അതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. ലൈഫിൽ നമുക്കിപ്പോ എത്ര സ്റ്റോക്ക് ചെയ്താലും അതൊന്നും എടുത്ത് ചെലവാക്കിയേ പറ്റുള്ളൂ. കാരണം നമുക്ക് അതിൽ കേസ് കൂട്ടണമെങ്കിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ തുടങ്ങിയാലേ നമുക്കൊരു ഇൻകം ഉണ്ടാവുള്ളൂ. മനസ്സിലായി? നമ്മളിപ്പോ എത്ര സ്റ്റോക്ക് ചെയ്താലും അത് എടുത്താൽ തീരും. മനസ്സിലായില്ലേ? അപ്പൊ അതിലർത്ഥമില്ല. നമ്മൾ ആരോഗ്യം ഉള്ളിടത്തോളം വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള. എല്ലാ പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ ചിലപ്പോ സംസാരശേഷി തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ എപ്പോഴും സമൂഹമായിട്ട് മിങ്കിൾ ചെയ്തുകൊണ്ടിരിക്കണം, മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കണം. അപ്പോഴാണ് നമ്മൾക്ക് എപ്പോഴും ഒരു എനർജി ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പ്രേം ചേച്ചി പറഞ്ഞ പോലെ ആമസോൺ മുഖാന്തരം ഒക്കെ വിൽക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. ഇതൊക്കെ ഇവിടെ വന്നപ്പോൾ കിട്ടിയൊരു അറിവാണ്. അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ സത്യത്തിൽ ഞാനൊരു വീട്ടമ്മ എന്നുള്ള നിലയ്ക്ക് മാത്രമേ ഞാൻ വേറെ ഒരു തലത്തെക്കുറിച്ചും ആലോചിക്കാറില്ല. എനിക്ക് എൻ്റെ ഭർത്താവ് സമ്പാദിച്ച് കാശ് തരും, ഞാനും ഇത് ഉപയോഗിച്ച് മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങും, വീട്ടു ചിലവൊക്കെ പ്രത്യേകിച്ച് ചിലവ് കൊണ്ട് നടക്കും, മക്കളെ നോക്കുക, അമ്മയെ നോക്കുക, അതൊക്കെ അത്രമാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. പക്ഷെ ഇതിനൊരു അനന്ത സാധ്യതയുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് ഇവിടെ വന്നപ്പോഴാണ്. സത്യത്തിൽ എനിക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ തന്നെ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിട്ട് വന്നതല്ല. ഞാൻ ഈ ഗ്രാമോദയ ഭവനുമായി ബന്ധപ്പെട്ട് ഞാൻ തുടർച്ചയായിട്ട് ഇത്ര വർഷം പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും ഞാനൊരു സംരംഭ ആകും എന്നോ ആകണം എന്നോ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്, നമ്മൾ ഈ പാക്ക് വാങ്ങി ഉപയോഗിക്കുന്നതൊക്കെ തെറ്റല്ലേ? നമുക്ക് വീട്ടിലൊക്കെ സ്വയം വെച്ചുണ്ടാക്കി കഴിക്കണമല്ലേ നല്ലത്. വിഷാംശമില്ലാത്ത ഭക്ഷണം, അതൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കൂട്ടത്തിലായിരുന്നു ഞാൻ. പക്ഷെ എൻ്റെ ഭർത്താവും അങ്ങനെ എനിക്ക് പറഞ്ഞു തരാറുണ്ട്, ജൈവപരമായിട്ടുള്ള സാധനങ്ങളെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അത്യാവശ്യം നമ്മൾ ഫിഷോ അങ്ങനെ ഒന്നും വാങ്ങിക്കാൻ തന്നെ മടി കാണിക്കും. ഇതിലൊക്കെ വിഷാംശമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടും വീട്ടിലെ അമ്മയാണെങ്കിലും ഒക്കെ ഭർത്താവിൻ്റെ അമ്മ അവരിത്തിരി വയസ്സായ ഒരു അമ്മയാണ്. അതുകൊണ്ട് തന്നെ അവർ വീട്ടിലുള്ള പരമാവധി ചീര, ചേമ്പ്, ഉള്ളിത്തണ്ട്, മുരിങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ചക്ക, മാങ്ങ, അതൊക്കെ ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ശീലിച്ചുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു പാക്കറ്റ് ഫുഡ് വാങ്ങി ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ അങ്ങനെയൊക്കെയാണ്. പിന്നെ ചിലർ പറയും മഞ്ഞൾപ്പൊടിയിൽ ചെങ്കൽപ്പൊടി ചേർക്കും. 5 വർഷം എന്ന് പറഞ്ഞാല് അതിന് അങ്ങനെയല്ലല്ലോ. നമ്മളൊരു തീരുമാനത്തിൽ എത്തണമെന്നുണ്ടെന്ന് പറഞ്ഞാല് അത് ചിലപ്പോ നീണ്ടു പോയിക്കൊണ്ടിരിക്കും. 5 വർഷത്തിനിടയ്ക്ക് ഇപ്പൊ ഞാൻ ഇതിന് മുമ്പൊരു പ്ലാൻ ചെയ്തിരുന്നു. എനിക്ക് ഇവിടെ വന്നിട്ട് ആദ്യം എനിക്ക് കിട്ടിയ ഒരു അഡ്വൈസ് എന്താന്ന് പറഞ്ഞാൽ പോളിട്രി ഫാം നല്ലൊരു ഐഡിയ ആണെന്ന് എനിക്ക് കിട്ടിയിരുന്നു. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാന്ന് പറയുന്നത് ഇത് ഒരുപാട് നൂലാമലകൾ അതിന്റെ പുറകിലുണ്ട്. കാരണം ഇതിനെ കുറിച്ചൊരു നോളേജ് ഇല്ലാതെ നമുക്ക് തുടങ്ങാൻ പറ്റില്ല. കാരണം ഒരു ജീവിയാണ്, അത് എത്രയും പെട്ടെന്ന് നഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരുപാട് നിയമ പ്രശ്നങ്ങളുണ്ട്. അപ്പോ ഇതിന്റെയൊക്കെ പുറകെ പോയപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിരുന്നു, പഠിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോഴാണ് പലരും അഡ്വൈസ് ചെയ്തത് ഇതിന്റെ മേഖലയിൽ തന്നെയുള്ള ഈ വെറ്ററിനറി ഡോക്ടേഴ്സ് തന്നെ നമുക്ക് തന്നിട്ടുള്ള അഡ്വൈസ് നമുക്ക് ഇനിയും ബെറ്റർ ആയിട്ടുള്ളത് നമ്മളുടെ ഡയറി ഫാമാണ്. അപ്പൊ ഡയറി ഫാമിനെ കുറിച്ചും ഞാൻ പഠിക്കാൻ ശ്രമിച്ചു. അപ്പൊ പശുക്കളെ ഞാൻ അതുമായി ബന്ധപ്പെട്ട് വീട്ടിലൊരു 4-5 പശുവിനെ വാങ്ങി നിർത്തിയിട്ട് ഒരു ചെറിയ യൂണിറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട്, കാരണം
മിൽക്ക് നമുക്ക് എത്ര വേണേലും മാർക്കറ്റ് ചെയ്യാം. ഇവിടെ സ്വാഭാവികമായിട്ട് കേരളത്തിൽ മിൽക്ക് ഷോർട്ട് ഉള്ള ഒരു ഇതാണ്. അപ്പൊ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ ഇളനാടൊക്കെ തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതേ ബേസിലാണ് അന്ന് ഞാൻ ചിന്തിച്ചത്, മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ എന്നെ കൂടെ നിൽക്കുന്നവരൊക്കെ കളിയാക്കുകയല്ലാതെ ആരും സപ്പോർട്ട് ചെയ്യാനുണ്ടായില്ല. പക്ഷെ എന്റെ ചിന്തകളൊക്കെ ഇങ്ങനെ പോകുന്നു കണ്ടപ്പോൾ എന്നെ വീണ്ടും ഗൾഫിലേക്ക് വരെ തിരിച്ചു കൊണ്ടുപോകാനുള്ള പ്ലാനിങ് വരെ നടത്തി, മനസ്സിലായില്ലേ? അപ്പോ അങ്ങനെയാണ് നമ്മളെ നാട്. അപ്പൊ ഈ നാടിനെ കുറിച്ച് പഠിച്ചു വരട്ടെ. ഞാൻ പറഞ്ഞ ഇത്തിരി വൈകിയാലും നമുക്ക് യഥാർത്ഥത്തിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുന്നതോടെ അപ്പോൾ നമുക്ക് ഇപ്പൊ ചെറിയ സ്കെയിലിൽ തുടങ്ങാമല്ലോ, വലിയ നഷ്ടങ്ങളില്ലാതെ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാലോ. ഇനിയിപ്പോ വീഴ്ച വന്നാലും നമുക്ക് വീണ്ടും തുടങ്ങാലോ. അപ്പൊ ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഗ്രാമോദയ ഭവന്റെയും ഹരിത ഡെവലപ്മെന്റ് അസോസിയേഷന്റെയും ഭാഗമായി ഖാദി കമ്മീഷന്റെ അണ്ടറിലാണ് ഈ കറി മസാല മേക്കിംഗ് കോഴ്സ് 5 ദിവസത്തെ ആലത്തൂർ ബോധി ആശ്രമത്തിൽ നടത്തിയത്. ഒരു പഠിതാവ് എന്ന നിലയ്ക്ക് ഈ 5 ദിവസത്തിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിഞ്ഞു. ഈ സ്പെഷ്യൽ സാമ്പാറിൽ കുരുമുളകും പച്ചരിയും ഒക്കെ വറുത്ത് പൊടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, നമ്മൾ മസാലപ്പൊടി കടയിൽ നിന്നും വാങ്ങിച്ചുപയോഗിക്കുന്ന ആ ഒരു രീതിയാണ് ഉള്ളത്. പക്ഷെ അതെങ്ങനെ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അതെങ്ങനെ മേക്ക് ചെയ്യുന്നതെന്നും നമ്മൾക്കറിയില്ല. ഇവിടെ വന്നപ്പോൾ അത് പഠിക്കാൻ പറ്റി. സാധാരണ നമ്മൾ ഒരു സാമ്പാർ വയ്ക്കുമ്പോൾ എണ്ണ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മസാലപ്പൊടിയും അതിനോടൊപ്പം തേങ്ങയൊക്കെ വറുത്ത് അരച്ച് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇതൊക്കെ വറുക്കുന്നത് എണ്ണ ഉപയോഗിക്കാതെയാണ്. കാരണം ഇത് കുറച്ചും കൂടി നമ്മൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ തന്നെ നമ്മളത് ഉപയോഗിക്കുന്നില്ല. ഒരാളുടെ അടുക്കളയിലേക്ക് അത് എത്താൻ അതിന്റെ കാലതാമസം എടുക്കും. അതുകൊണ്ട് തന്നെ അത് കുറെ നാൾ നീണ്ടു നിൽക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കും എണ്ണ ഉപയോഗിക്കാതെയാണ് വറുത്തെടുത്തത്. ഞാൻ 2021 പുതിയ സംരംഭമായി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി ഞാൻ അതിനെ ഉയർത്തി. പക്ഷെ എനിക്കതിൽ ഫെയിലായി വരികയാണ് ചെയ്തത്. അതെന്തെന്ന് വെച്ചാൽ ലോണിന്റെ ഇഷ്യൂസ് കാരണം കൊണ്ട് എനിക്ക് അത് സംരംഭം തുടങ്ങാൻ പറ്റിയില്ല. ഇപ്പോഴും അത് പെൻഡിങ്ങിലായി കിടക്കുന്നു. നമ്മളൊരു വിപണിയിൽ നിന്നും നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ അടുക്കളയിലൂടെ അത് മറ്റൊരു വിപണന കേന്ദ്രത്തിലേക്ക് എത്തുന്ന രീതിയിൽ ഇവിടെ ക്ലാസ് എടുത്ത ആറുമുഖേട്ടൻ ദിലീപ് സാറൊക്കെ നമ്മളോട് നേരത്തെ തന്നെ പറഞ്ഞു തന്നു. അപ്പൊ അതിന്റെ നമ്മൾ വാങ്ങുന്ന ഇത് മുതൽ അതിന്റെ പാക്കിംഗ്, പിന്നെ അതിന്റെ വില നിലവാരം, അത് എങ്ങനെയാണ് അത് ഒരു വസ്തുവിന്റെ വില നിർണ്ണയിക്കുന്നത്, നമ്മളിത് പാക്ക് ചെയ്ത് വരുമ്പോൾ നമുക്കുണ്ടാവുന്ന ചെലവുകൾ, അതൊക്കെ വാങ്ങുന്നതും നമ്മൾ ഒരുപക്ഷെ നമ്മൾ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിലും മറ്റൊരാളെ നമ്മളിത് ഒരു ഹെൽപ്പിങ്ങിനായിട്ട് നമ്മൾ മറ്റൊരാളെ നിർത്തുകയാണെങ്കിൽ കൂടി അവർക്കൊരു കൂലി, ആ രീതിയിലൊക്കെ നമ്മൾക്ക് എത്രത്തോളം ഇതിൽ കോസ്റ്റ് ഉണ്ടാവും എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു വസ്തുവിന്റെ പാക്കിംഗ് വരെ നമുക്കിതിൽ പറഞ്ഞു തന്നു. പിന്നെ നമ്മൾ ഈ മസാല മേക്കിംഗ് നടത്തുന്ന എന്തൊക്കെ മാനദണ്ഡങ്ങളുണ്ട് എന്നടക്കം സാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഉദ്യം രജിസ്ട്രേഷൻ മുതൽ ഇതിന്റെ വിപണന സാധ്യത വെച്ച് നോക്കുമ്പോൾ GST എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെളിച്ചെണ്ണ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അരിപ്പൊടി, പുട്ടുപൊടി, അങ്ങനത്തെ 5 വിഭവമാണ്. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കിയപ്പോൾ ഒരു കറി, സാമ്പാർ പൊടി, ഇഡ്ഡലിപ്പൊടി, അങ്ങനത്തെ 2-3 ഉൽപ്പന്നം ഉണ്ടാക്കുക എന്ന് വെച്ച് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. മരപ്പൊടി ചേർക്കും അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ. എനിക്ക് അതിന്റെ അറിവിലില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ മായം ചേർക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ മുളക് പൊടിയിൽ ഈ ഉണ്ടമുളകാണ് ചേർത്തിട്ട് മായം ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഒരു സമാധാനമുണ്ട്, അങ്ങനെ ചെയ്യാലോ. അല്ലാതെ ഇപ്പോ നമുക്ക് ഈർച്ചപ്പൊടിയും ഇതൊന്നും തപ്പി നടക്കേണ്ട കാര്യമില്ല. പക്ഷെ അതൊന്നും നമ്മളൊരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ നമ്മൾ മായം ഒന്നും ചേർക്കാതെ ചെറിയ രീതിയിൽ തുടങ്ങി വലിയ രീതിയിൽ, അതായത് ആൾക്കാർക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും മാറണം. ഞാൻ ഇന്നുവരെ സ്വന്തമായിട്ടൊരു സംരംഭക ആവണം എന്ന് ചിന്തിക്കാത്ത ഒരാളാണ്. ഇപ്പൊ ഇവിടെ വന്നപ്പോൾ എനിക്ക് 5 ദിവസം കൊണ്ട് എനിക്ക് മാനസികമായിട്ടൊരു നല്ലൊരു ധൈര്യം വന്നു. നമുക്കും തുടങ്ങാം, എനിക്കും തുടങ്ങാൻ പറ്റും എന്നുള്ള രീതിയിൽ.
ഇപ്പൊ നമുക്ക് ഇതിനിപ്പോ വേറെ കൂലിക്ക് ആളെ നിർത്തിക്കൊണ്ട് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ മക്കളോ നമ്മുടെ കൂടെ ആരാണോ ഉള്ളത് അവര് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ ഒരു നല്ല രീതിയിൽ ഒരു ചെറിയ സംരംഭം തുടങ്ങി നമ്മുടെ വീട്ടു ചെലവുകളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നല്ലൊരു അനുഭവമായിരുന്നു. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ തന്നെ ഞാൻ സ്വയം ചെയ്ത് ഈ സംരംഭം, അതായത് മസാല കറി പൗഡർ മേക്കിംഗ് നടത്തണമെന്നും എൻ്റെ അടുത്ത വീട്ടിലൊന്നും ഞാൻ ഈ സാധനം കൊടുക്കില്ല. കാരണം എൻ്റെ ഭർത്താവ് എനിക്കൊരു ഗ്രീൻ ടീയുടെ ഒരു പാക്ക്, ഹെർബൽ ടീയുടെ പാക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഒരു 100 പാക്ക് തന്നു. ഞാനിത് നമ്മുടെ അടുത്ത വീട്ടിൽ തന്നെ വിപണനം നടത്താം, അടുത്ത വീടുകളിൽ കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. അവര് വാങ്ങിക്കുമ്പോഴൊക്കെ ശരി ഇതിന്റെ പ്രൈസ് ഒക്കെ പറഞ്ഞപ്പോൾ അവര് ശരി തരാൻ തയ്യാറായിരുന്നു. പക്ഷെ ഇന്ന് വരെ എനിക്ക് ആ പൈസ ഒന്നും കിട്ടിയില്ല. അതൊരു വലിയൊരു അനുഭവമായി മാറി. പല കാര്യങ്ങളും വീട്ടിൽ ചെയ്യാത്ത കാര്യങ്ങളാണ് ഇവിടെ ഒന്ന് നമ്മളെ കൊണ്ട് ചെയ്യിച്ചത്. അപ്പോൾ ഞാൻ മുളകും മല്ലിയൊക്കെ സാധാരണ രീതിയിലൊക്കെ കഴുകി ഉണക്കിയിട്ടൊക്കെ തന്നെയാണ് ഉപയോഗിക്കാറുണ്ടായിരുന്നത്. പക്ഷെ ജീരകം, കുരുമുളക് ഇങ്ങനെയുള്ള സാധനങ്ങൾ, കുരുമുളകിലൊക്കെ ഇത്രയൊക്കെ വിഷമുണ്ടെന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. പിന്നെ കുരുമുളക് ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിക്കുന്നത് കൊണ്ട് അത്ര വലിയ കുഴപ്പമില്ലാണ്ട് ഉപയോഗിക്കാം. പക്ഷെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കുരുമുളക് ഇങ്ങനെ വിഷാംശമല്ല, വിഷത്തിൽ മുക്കി എടുത്തിട്ടാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത്. പിന്നെ നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മളെല്ലാവരും കൂടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്തപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ ഭയങ്കര ഈസി ആയിട്ടും പിന്നെ നല്ലൊരു എല്ലാവരുമായിട്ടും ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയപ്പോൾ ആ ഒരു നല്ല ഒരു അനുഭവം ഉണ്ടായി. പാക്കിങ് ഞാൻ ആദ്യം പാക്കിങ് ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിലൊക്കെ. പക്ഷെ അതൊരു ജോലിയായിട്ടല്ല ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ നമുക്കിത് അറിയണമല്ലോ ഇത് എങ്ങനെ ചെയ്യുന്നത്. ആ രീതിയിൽ ഞാൻ പാക്കിങ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഇങ്ങനെ ചെയ്യണം, അത് ഇതാണ് അങ്ങനെയൊന്നും എനിക്ക് ആരും പറഞ്ഞു തന്നില്ല. അപ്പൊ ഞാൻ ഒരു കവർ എടുക്കും, ഊതും, അല്ലെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ വലിച്ചു ഇങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് സാറ് പറഞ്ഞത് നമ്മൾ പാക്ക് സ്പൂൺ കൊണ്ട് എന്താണ് അതിനകത്ത് ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പാക്ക് ചെയ്യുമ്പോൾ എയറിൽ ഇങ്ങനെ വെച്ച് കോരിയിടാൻ പാടില്ല, ചിലപ്പോൾ താഴെ പോകും. അപ്പൊ ഒരു പാത്രത്തിൽ വെച്ചുകൊണ്ട് വേണം പാക്ക് ചെയ്യാൻ എന്നൊക്കെ പഠിപ്പിച്ചതും അത് അറിയാൻ കഴിഞ്ഞതും അത് നിസ്സാര കാര്യമായിരിക്കും, പക്ഷെ അത് വലിയൊരു കാര്യമാണ്. അതെനിക്ക് ഈ ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന ഒരു അനുഭവം. ഇവിടെ വന്ന മുതലാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് മനസ്സിലായത്. അതുവരെ എങ്ങനെ ഇൻഗ്രീഡിയൻസ് അതിനെ കുറിച്ച് അറിയില്ലായിരുന്നു.